ഹലോ, ഞാൻ ഷാജു മുല്ലൂർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊന്നും ഇട്ടിട്ടില്ല. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ. വേനൽക്കാലത്ത് എല്ലായിടത്തും വെള്ളത്തിന് വളരെ ക്ഷാമമുള്ളതാണ്, നിങ്ങൾക്കറിയാലോ. സ്വാഭാവികമായിട്ടും ആ ജലക്ഷാമം എൻ്റെ വീട്ടിലുണ്ടായി. അപ്പോൾ കിണറൊക്കെ ഒന്ന് തേകി ആ ചെളിയെല്ലാം വാരിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കുഴൽക്കിണറിലെ വെള്ളം കുറവായിരുന്നു, അപ്പോൾ പുതിയൊരു കുഴൽക്കിണർ അടിച്ചു. കിണറ്റിലെ വെള്ളം കുഴൽക്കിണറിലെ വെള്ളം കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ടാങ്കിലേക്ക് കയറ്റുന്നത്. പക്ഷെ ടാങ്കിൽ വന്ന് വീഴുന്ന വെള്ളം വളരെ എന്താ പറയുക, കലങ്ങിയ രീതിയിലുള്ള ഒരു വെള്ളമാണ് വന്ന് വീഴുന്നത്. ആ വെള്ളം എങ്ങനെ ശുദ്ധീകരിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ടാങ്കിലെ വെള്ളം ഒന്ന് നോക്കി നോക്കാം. ഇത് കണ്ടോ, ടാങ്കിലെ വെള്ളത്തിന് നല്ല കലങ്ങലുണ്ട്. ഇത്രയും കലങ്ങലുണ്ട് ടാങ്കിലെ വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിന് നല്ല കലക്കലുണ്ട്. ഈ വെള്ളം നമുക്ക് ശുദ്ധിയാക്കി എടുക്കാം. എല്ലാവരും വെള്ളം കലങ്ങിയിരിക്കുന്നത് കണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ ക്ലീൻ വാട്ടർ ആക്കിയിട്ട് മാറ്റാനായിട്ട് പോകുന്നത്. ഈ പൊടി കണ്ടോ, ഇത് കക്കാപ്പൊടിയാണ്. സീഷെൽ അതിൻ്റെ പൊടിയാണ്, കാൽഷ്യം കാർബണേറ്റ്. ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലേ. ഇത് നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് നമ്മുടെ പൂർവികര് കുളത്തിലെ വെള്ളമെല്ലാം വറ്റലാകുന്ന സമയത്ത്, അല്ലെങ്കിൽ കിണറിലെ വെള്ളം വളരെ താഴ്ന്നു വരുന്ന സമയത്ത്, അത് ആകെ കലങ്ങി കിടക്കുന്ന ആ ഒരു രീതി ഉണ്ടാവും. ഉറവുള്ള കിണറുകളാണെങ്കിൽ പറയും വേണ്ട, വളരെ വെള്ളം കലങ്ങി കിടക്കുന്ന ഒരു രീതി ഉണ്ടാവും. ആ സമയത്ത് ആ കലക്കൽ മാറ്റി അത് തെളിവെള്ളമാക്കി മാറ്റാനായിട്ട് ഡീസൽ അഥവാ കക്കാത്തോട് വിതറിയിടുമായിരുന്നു. ഇങ്ങനെ ആ കക്കാത്തോട് വിതറിയിട്ടിട്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ വെള്ളം നല്ല പോലെ തെളിഞ്ഞു വരും. ആ പൂർവീകരിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു രീതി മറ്റൊരു തരത്തിൽ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് വാട്ടർ ടാങ്കിൽ ഉപയോഗിക്കാം, രണ്ടാമത് കിണറിൽ ഉപയോഗിക്കാം. അതിനു മുൻപ് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കക്കാത്തോട് പൊടിച്ചത്, അതായത് ഈ സീഷെല്ല്, ടാങ്കിലായാലും കിണറിലായാലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ pH മൂല്യം ഉയരും. 7.5 ആയിട്ട് pH മൂല്യം ഉയരും. അപ്പോൾ സ്വാഭാവികമായിട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. ചെടികൾക്കായാലും മനുഷ്യർക്കായാലും ഈ pH മൂല്യം ഉയർന്നിട്ടുള്ള ഈ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അസുഖങ്ങൾ വളരെയധികം വരാതിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ ട്രേസ് എലമെന്റ്സ്, അതോ സൂക്ഷ്മ മൂലകങ്ങളുണ്ട്, അതിൻ്റെ സാന്നിധ്യവും നമുക്ക് ഈ കക്കാപ്പൊടി നമുക്ക് സ്വയം വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അണുവിമുക്തമാക്കിയതിനു ശേഷം നീറ്റാതെ പൊടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ സംഗതികളൊന്നും ഇതിൽ ചെയ്യാനില്ല. അങ്ങനെ ചെയ്തിട്ടുള്ള ഈ കക്കാപ്പൊടി ടാങ്കില് അല്ലെങ്കിൽ കിണറില് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണെന്നൊന്ന് പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് വെള്ളം കണ്ണീര് പോലെ തെളിയും. കണ്ണാടി പോലെ കാണുക എന്ന് പറയില്ലേ, അതുപോലെ കണ്ണീര് പോലെ വെള്ളം തെളിയും. രണ്ടാമത് വെള്ളത്തിന്റെ pH 7.5 ഉയരും. അപ്പോൾ അങ്ങനെ 7.5 ഉയർന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യ സ്ഥിതി വളരെയധികം ഉയർന്നതായിട്ട് മാറും. ചെടികളെ സംബന്ധിച്ചാണെങ്കിലും നന്നായിട്ട് അവ വളരുന്നതിനും പൂക്കുന്നതിനും കായ്ക്കുന്നതിനും എല്ലാം ഇത് ഉപകാരപ്രദമാവും. കടലിലെ ട്രേസ് എലമെന്റ്സിന്റെ സൂക്ഷ്മ മൂലകങ്ങളുടെ സാന്നിധ്യവും നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കിണറിലാണെങ്കിൽ ഈ പൊടിയെടുത്ത് ഒരല്പം പൊടി വിതറിയിടുക. പിന്നെ ഇതുപോലെ 1 കിലോയുടെ ഒരു കിറ്റ്, ഇതില് സീസണിൽ നിറച്ചിട്ടുള്ള കിറ്റാണ്. ഇതിൽ ഒരു കിറ്റ് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി ഇത് കെട്ടിയിടുക. കെട്ടി തൂക്കിയിടുകയാണെങ്കിൽ ഇത് വെള്ളത്തിലേക്ക് ഇറക്കി കെട്ടി തൂക്കിയിടാം. ഒരു കിലോയുടെ കിറ്റ്. കിണറിലാണെങ്കിൽ ഒരു 5 കിലോയുടെ കിറ്റ് വള്ളിയിൽ കെട്ടി തൂക്കിയിടുന്നത് നന്നായിരിക്കും. അതിന് കയർ ഉപയോഗിച്ച് നമുക്ക് കെട്ടി തൂക്കിയിട്ടാൽ മതിയാവും. ഒരു 4 ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം നല്ല പ്യുവറായിട്ട്, നല്ല ശുദ്ധമായിട്ട് തെളിഞ്ഞു വരും. ഒരു 3-4 മാസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ ഇതിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം.
അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം, മാറ്റിയിട്ട് രണ്ടാമത് നമ്മൾ ഇടണം. അപ്പോൾ നമുക്ക് ഈ കിറ്റ് വെള്ളത്തിലേക്ക് ഇറക്കിയിടുന്നത് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കയറിൽ കെട്ടാം. പ്ലാസ്റ്റിക് കയറിൽ കെട്ടിയിട്ട് ആ ടാങ്കിന്റെ അതേ ഹൈറ്റിലേക്ക് തന്നെ, ഹൈറ്റ് അനുസരിച്ച് ഇത് താഴോട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറക്കിയിടുക. ആഴം മുട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഇറക്കി വെക്കുക. എന്നിട്ട് ഈ കയറ് ഇങ്ങനെ എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ഉടക്കി കൊടുക്കുക, അത് അതിലേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചെയ്താൽ മതി. ഇവിടെ 2 ടാങ്ക് ഉണ്ട്, അപ്പം 2 ടാങ്കിലും ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ട്രെൻഡ് സെറ്റേഴ്സ് എന്ന കമ്പനിയിൽ നിന്നും കൊറിയർ വഴി വരുത്തിയതാണ്. ഇതിന്റെ പേര് തീർത്ത എന്നാണ്. കോൺടാക്ട് നമ്പർ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് അങ്ങനെ വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിവിടെ 2 ടാങ്ക് ഉണ്ട്. 2 ടാങ്കിലും ഞാനിത് ഓരോന്ന് കെട്ടി ഇടുന്നത് കാണിച്ചു തരാം. ഒരെണ്ണത്തിൽ ഇട്ട് കഴിഞ്ഞ് നമ്മൾ അടുത്ത ടാങ്കിലും കൂടി ഇടാൻ പോവുകയാണ്. അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കയറുടക്കിയിട്ട് അടുത്ത ടാങ്കിലേക്ക് ടാങ്ക് തുറന്നിട്ട് ആ ടാങ്കിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിടുക, താഴെ വരെ മുട്ടുന്നവരെ. എന്നിട്ട് ആ കയറ് ഒന്ന് ഉടക്കി കൊടുക്കുക. ഒരു 4 ദിവസം കഴിയുമ്പോൾ തന്നെ വെള്ളം തെളിഞ്ഞു വരും, നല്ല രീതിയിൽ തെളിഞ്ഞു വരും. ഒരു 4 ദിവസം കഴിയുമ്പോൾ തന്നെ വെള്ളം തെളിഞ്ഞു വരും. 4 ദിവസം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം, ശുദ്ധമായിട്ടുള്ള വെള്ളം വന്നിട്ടുള്ള എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി. അല്ല, ഇതാണ് നമ്മൾ എടുത്തു വെച്ച വെള്ളം. ഇത് കണ്ടോ, നല്ല കലങ്ങലുണ്ട്. അപ്പൊ ശുദ്ധമായിട്ടുള്ള വെള്ളം 4 ദിവസം കഴിയുമ്പോഴുള്ള വെള്ളം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ എത്ര കലങ്ങൽ വന്നിട്ടുള്ള വെള്ളവും അധികം പൈസ ഒന്നും ചെലവാക്കാതെ നിങ്ങൾക്ക് ശുദ്ധജലമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. തീർത്ഥ എന്ന കമ്പനി പറയുന്നത് അവർ തീർത്ഥം പോലെ ആക്കി തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു മെറ്റീരിയലാണ്. നമ്മളെല്ലാവരും ഇത് ചെയ്തു നോക്കുക, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക, ചെടികളുടെ ആരോഗ്യം സംരക്ഷിക്കുക. ഇതിൽ യാതൊരുവിധ രാസവസ്തുക്കളും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഈ വെള്ളം തെളിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 4 ദിവസം മുൻപേ എടുത്തു വെച്ചിട്ടുള്ള വെള്ളമാണ് ഇത്. ഇപ്പം നമുക്ക് നമ്മുടെ വെള്ളം എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കി നോക്കാം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോവാണ്. നമ്മുടെ ടാങ്കിൽ നിന്ന് അത് ക്ലിയർ ആയിട്ടുണ്ടോ, നല്ല തെളിനീരായിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ഈ 2 വാട്ടറും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇത് നമ്മൾ 4 ദിവസം മുൻപ് എടുത്തു വെച്ച വെള്ളമാണ്. ഇത് നമ്മൾ സീസണിൽ ഇട്ടതിന് ശേഷം, ഇത് 4 ദിവസത്തിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള വെള്ളമാണ്, ടാങ്കിൽ നിന്ന് എടുത്ത വെള്ളമാണ്. ഒന്നുകൂടി പറയാം, ഇത് 4 ദിവസം മുൻപേ നമ്മൾ എടുത്തു വെച്ച വെള്ളം, സീഷെല്ലിൽ ഇടുന്നതിന് മുൻപ്. ഇത് സീഷെല്ലിൽ ഇട്ടതിന് ശേഷം, അതായത് 4 ദിവസം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ടാങ്കിൽ നിന്ന് എടുത്ത വെള്ളം. രണ്ടും തമ്മിലുള്ള കളറിന്റെ വ്യത്യാസം കണ്ടോ? ഇത് നല്ല പ്യുവർ വാട്ടറാണ്, ക്ലീൻ വെള്ളം. ഇതിലാണെങ്കിൽ കലങ്ങൽ ഉണ്ട്, നല്ല രീതിയിൽ കലക്കവെള്ളം ആയിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക, നല്ല ശുദ്ധമായിട്ട് വെള്ളം ഉപയോഗിക്കുക. അപ്പോൾ കുറച്ച് നാളുകളായിട്ട്, അതായത് 2 മാസത്തോളമായിട്ട് ഞാൻ പുതിയ വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് അതിന് സമയം കിട്ടാതെ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വീഡിയോകൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.